എന്തു കാണുവാനായി പോയി? വീട്ടിൽ ചോദിക്കുക, രണ്ടോട്ടം ചോദിച്ചു. അല്ല, നിങ്ങൾ എന്ത് കാണുവാനായി പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ, കാറ്റിൽ ഉലയുന്ന ഓടയോ? ഓട എന്ന് പറഞ്ഞാൽ ഈറ്റ, അല്ലെങ്കിൽ ഞാങ്ങണം എന്ന് പറയാം. എന്നിട്ട് പറയുകയാണ്, മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിലാണ്. അപ്പൊ നിങ്ങൾ കാണാൻ പോയത് ഇതേ ചോദ്യം ഇന്ന് നമ്മുടെ മുമ്പിലും മുഴുകി കേൾക്കേണ്ടതാണ്, അല്ലെങ്കിൽ നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ ഈ ദേവാലയത്തിൽ നിങ്ങൾ എന്ത് കാണുവാൻ വന്നു? നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടാനാണോ? ഈ ലോക ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്പം കൂടെ കൂടുതലായി ലഭിക്കുവാനാണോ? അതോ അഴിഞ്ഞു പോകുന്ന ഈ ഭൗമ കൂടാരമാകുന്ന ഈ ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള രോഗങ്ങളോ പ്രയാസങ്ങളോ നീങ്ങിയിട്ട് കുറെ കൂടെ ആരോഗ്യമായിട്ടിരിക്കാനാണോ? അതോ ഈ മഹാപരിശുദ്ധന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് അവനെ അതേ പ്രതിമയായി അനേകർക്ക് ആശ്വാസം പകരുന്ന, അനേകർക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്ന മറ്റൊരു ഉറവയായി തീരുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? പരിമല തിരുമേനിയുടെ മുമ്പില് ഈ പ്രയർ സെല്ലിലായാലും പരിമല ചൊന്ന് കബറിടത്തിലായാലും നിന്നുകൊണ്ട്, പരിമല തിരുമേനി, എന്നെ സ്വർഗത്തിലേക്ക് പോകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ ദൈവത്തിന്റെ പുത്രനായി തീരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ ബലഹീനനാകുന്നല്ലോ, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചിരാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് എത്ര പേര് ആവശ്യപ്പെടും? പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസ്തുതി ആകേണ്ടതിന് പകരം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതായി തീരേണ്ടതിന് പകരം ഇന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബിലീഫിനും സക്സസിനും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിത വിജയത്തിനു വേണ്ടി നാം പോരാടുകയാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നിർഭാഗ്യവശാൽ അത് ദൈവം തന്നെയാണ്. നല്ലൊരു കച്ചവട വസ്തുവാണ്, അല്ലെ? കച്ചവട പുരുഷനാണ്, വിറ്റഴിക്കപ്പെടുകയാണ്. പരിശുദ്ധന്മാരും അതുപോലെ തന്നെയാണ്. മത്തായി എഴുതിയ സുശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ പറയുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ വീട്ടിൽ വിളിച്ചിരുത്തി അബ്രഹാം ദൂതനെ സൽക്കരിച്ച പോലെ സൽക്കരിച്ചു വിടുക എന്നുള്ളതാണ്? അതോ നമ്മളോടുള്ള ആ റെവറൻസ് മൊത്തം നമ്മൾ കാണിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ്? അത് ആവശ്യം തന്നെയാണ്. എന്നാൽ നീതിമാനെ സ്വീകരിക്കുന്നവന് എന്ന് പറഞ്ഞാൽ, നീതിമാനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തമായി അവനെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വീകരിക്കുക. അവൻ കാണിച്ചു തന്ന വഴികള്, അവൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങള്, അവൻ അനുവർത്തിക്കുന്ന രീതികള് അതേപോലെ അവലംബിച്ചുകൊണ്ട് ആ മാതൃക നമ്മൾ മൊത്തമായി സ്വീകരിക്കുമ്പോഴാണ് നീതിമാനെ സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. പരിശുദ്ധനായ പരിമല തിരുമേനി മഹാപരിശുദ്ധനായത് ഒരു സുപ്രഭാതത്തില് ആരുടെയെങ്കിലും പ്രഭാഷണം കൊണ്ടോ ഡിക്ലറേഷൻ കൊണ്ടോ അല്ല. നിഷ്ഠയായ ജീവിതം, താൻ തെരഞ്ഞെടുത്ത വഴി, അനുവർത്തിച്ച ജീവിത വിശുദ്ധി, ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധം, ഇവയൊക്കെയും കൊണ്ടാണ്. ഈ പരിശുദ്ധന്റെ ഓർമ്മയെ നാം കൊണ്ടാടുമ്പോൾ ആ പരിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് നാം ഉയരുവാനും ദൈവത്തിലേക്ക് ചേരുവാനുമുള്ള മുഹൂർത്തങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അതിങ്ങനെ വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയവുമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകുന്നു. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധ പിതാവിന്റെ
സ്മരണകൾക്ക് മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഇന്നും ഏത് പ്രതിസന്ധികളിലും തളരാതെ ഓട്ടം തട്ടാതെ ഇപ്പോഴും പച്ചയായ ഇതുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കുന്ന ഈ പിതാവിൻ്റെ ഓർമ്മകൾ നമ്മൾ ആലോചിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിരുമേനിയോട് ചേർന്ന് നിൽക്കുന്ന ഇത് തന്നെയാണ്. ഇവിടെ വേദഭാഗത്തില് 2 വഴികളാണ്. ഇതിന്റെ പ്രതിപാദ്യ വിഷയം 2 തരത്തിലുള്ള വഴികളല്ല, 2 ചോയ്സ് അല്ലെ 2 അടിസ്ഥാന തത്വങ്ങളാണ്. ഒന്ന്, സെലക്ടിങ് എ cursed path, or you are depending on yourself or your might. നിന്റെ ബലത്തിൽ, നിന്റെ ഭുജത്തിൽ ആശ്രയിക്കുന്ന ഒരു വഴി. പ്രവാചകൻ പറയുന്നു അത് നാശത്തിന്റെ വഴിയാണ്. രണ്ടാമത് പറയുന്നു ഇറ്റ്സ് എ ബ്ലസ്സഡ് പാത്ത്. രണ്ടാമത്തെ കാര്യം പറയുന്നു അത് എന്ത് ചെയ്യുമ്പോഴാണ് ബ്ലസ്സഡ് പാത്ത് ആവുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ 2 വഴികൾ, ഈ 2 ചോയ്സ്, ഇതിനെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാമെന്ന് കർത്താവ് ശരണപ്പെടുന്നു. മനുഷ്യന് മുമ്പിൽ സമാനമായ ഇങ്ങനെയുള്ള ചോയ്സുകൾ വേദപുസ്തകത്തിലുടനീളം കാണാൻ കഴിയും. കാലാകാലങ്ങളിൽ അത് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അവന്റെ പ്രവർത്തികള് ദൈവത്തിന് കൂടെയായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ 2 ചോയ്സുകൾ എന്നും ഒരു പ്രവാചകൻ മുഖാന്തരം, അല്ലെങ്കിൽ ഒരു ദൂതൻ മുഖാന്തരം, അല്ലെ വേറൊരാൾ മുഖാന്തരം, ഇങ്ങനെ എല്ലാ കാലത്തും ദൈവം നൽകിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകത്തില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവർക്ക് 2 ചോയ്സാണ് കൊടുക്കുന്നത്: ട്രൂ ഗോഡ് ഓർ ദ ഫാൾസ് ഗോഡ്സ്. നിങ്ങൾ സത്യമായ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെ നിങ്ങളുടെ കൈവേലയായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. 2 ഓപ്ഷൻ കൊടുക്കുകയാണ്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ഞാൻ 2 വഴി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, നാശത്തിന്റെയും രക്ഷയുടെയും ജീവന്റെയും വഴി വെക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18:21 നാം വായിക്കുന്നു, 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കില്ല. കർത്താവ് താനും കർത്താശ്വരയുടെ സുശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, ആർക്കും 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 2 വഴികൾ നമ്മുടെ മുമ്പിൽ എന്നുമുണ്ട്. ഈ 2 ചോയ്സ് നമ്മുടെ മുമ്പിൽ എന്നുമുണ്ട്. ക്രിസ്തീയ ജീവിതത്തെ വേദപുസ്തകത്തിൽ ഉപമിക്കാനായിട്ട് പല മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഉപമ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി ഒരു സോൾജിയറാണ്, പോരാട്ടം നടത്തുന്ന ഒരു സോൾജിയറാണ്. മറ്റു ചില ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഒരു അത്ലറ്റാണ്, നല്ല ഓട്ടം ഓടുന്നവനാണ്. ചിലർ പറയുന്ന ഒരു സഞ്ചാരിയാണ്, ഒരു ട്രാവലറാണ്, സഞ്ചാരി നമ്മൾ പാടുന്നില്ലേ, ഒരു സഞ്ചാരിയാണ്. അതല്ല, മറ്റൊരു പറയുന്നത് ഒരു ഫാർമറാണ്, നല്ല കൃഷിക്കാരനാണ്, നല്ല നിലത്ത് വിത്ത് വിതയ്ക്കുന്ന 100-60 മേനിയായി കൊയ്യുന്ന ഒരു നല്ല കർഷകനായിട്ട്. മറ്റൊരു മെറ്റഫർ എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം, അല്ലെ ഒരു സത്യക്രിസ്ത്യാനി ഒരു ട്രീയാണ്, ഒരു മരമാണ്. ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന മരത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഇതിനെ പറയും ട്രസ്റ്റ് ഇൻ മാൻ ഓർ മാൻ മേഡ് ഗോഡ്സ്. അവരുടെ ട്രസ്റ്റ് ഇൻ മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അവന്റെ ഭുജബലങ്ങളിൽ ആശ്രയിക്കുമ്പോൾ അവൻ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് അവന് പ്രിയം വെച്ചിരിക്കുന്ന എല്ലാം അവൻ ഉണ്ടാക്കുന്ന കുട്ടി ദൈവങ്ങൾ തന്നെയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടെന്ന ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവത്തെക്കാൾ കൂടുതലായിട്ട് പ്രിയം വെക്കുന്നത് എന്തായാലും അത് കുട്ടി ദൈവങ്ങളാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ പരീക്ഷിച്ചത്? എന്താ പറയുന്നത്? വാർദ്ധക്യ കാലത്ത് അസംഭവമായ രീതിയിൽ അബ്രഹാമിന് സാറയ്ക്ക് മകനെയും കൊടുത്തു. അവൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, ഞാൻ എനിക്ക് ബലി കഴിക്കണം. അന്യായമായിട്ട് തോന്നുന്നു. പക്ഷെ അവിടെ ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതുവരെ ദൈവം പറഞ്ഞു കേട്ടെല്ലാം അനുസരിക്കുന്ന ചാർച്ചക്കാരെയും ബന്ധുക്കളെയും സ്വത്തിനെയും വിട്ടിട്ട് ദൈവം പറഞ്ഞപ്പോൾ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് വെറുതെ കൈയും കെട്ടി നടന്നുപോയ അബ്രഹാം പുത്രൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? ചിലപ്പോ പുത്രനെ വാത്സല്യിച്ചുകൊണ്ട് നന്നായിട്ട് വാർദ്ധക്യകാലം തീരുന്നു കാണും. അപ്പോൾ ഫോക്കസ് മാറി. ദൈവത്തെക്കാൾ കൂടുതലായിട്ട് പുത്രസ്നേഹം വന്നപ്പോഴാണ് ദൈവം ചോദിച്ചത്, നിന്റെ പ്രയോറിറ്റി ആരാ? നിന്റെ മകനാണോ ഞാനാണോ? ക്യാൻ യു സാക്രിഫൈസ്? അബ്രഹാമിന് മനസ്സിലായി. അബ്രഹാം പറഞ്ഞു, യെസ് ഐ ലോർഡ്, ഞാൻ ബലി കഴിക്കുന്നു, എന്റെ ബാലനെ തൊടരുത്. കാത്തു സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തെക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും കൂടെ നടന്ന ദൈവം നാം ദൈവത്തോട് കൂടെ നടപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭുജബലത്തിൽ ആശ്രയിക്കുന്നവർ മരുഭൂമിയിലെ
ചൂരച്ചെടി പോലെ എന്നാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. എന്റെ ഭുജം എനിക്ക് ജയം നൽകുമെന്ന് വിശ്വസിച്ചിരുന്ന പലരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 10 ബാധകൾ വന്നിട്ട് മാനസാന്തരപ്പെടാത്ത ഫറവോനെ കേട്ടിട്ടുണ്ട്, യോർദാനിൽ മുങ്ങി മരിച്ച ഫറവോൻ. അപ്പോഴേ അയാൾ വിചാരിക്കുന്നത് എന്റെ കുതിരകളും എന്റെ രഥങ്ങളും എനിക്ക് ബലം നൽകും, ദൈവമല്ല ആര് വന്നാലും ഇസ്രായേലിന്റെ ദൈവം എനിക്ക് പുല്ലുപോലെ ഞാൻ അവനെ പിന്തുടർന്ന് പിടിക്കുക. എന്ത് പറ്റി? നിശേഷം നശിച്ചു പോയി. ദൈവത്തോളം എത്തുവാൻ വേണ്ടി മത്സരിച്ച് ബാബേലും ഗോപുരം പണിതവന്റെ സ്ഥിതി എന്തായി? അവൻ കലങ്ങിപ്പോയി. ഒരു ഭാഷ സംസാരിക്കുന്നവൻ പല ഭാഷകളിലായിട്ട് പോയി, അവൻ ചിതറിപ്പോയി. അവന്റെ ഗോപുരം ഇടിഞ്ഞു വീണു. കെട്ടിയ കോട്ട കൊത്തളങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നശ്വരമാണ് എന്ന് മനുഷ്യൻ വിശ്വസിക്കും. വെട്ടിപ്പിടിക്കുവാനായിട്ട് ഓടുമ്പോൾ ഞാൻ ആർജിക്കുന്ന ഈ സ്വത്ത് എന്നെ സംരക്ഷിക്കും, ഞാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ, ഞാൻ തക്ക സമയത്ത് ആക്ട് ചെയ്താൽ ഇതെന്നെ രക്ഷിക്കും, ഞാൻ എൻ്റെ ഭുജം കൊണ്ട് ബലം നേടും, ഞാൻ എൻ്റെ ഭുജം കൊണ്ടെല്ലാം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഒരുപാട് ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. കുഞ്ഞിന് ട്യൂഷന് പോകണമെങ്കിൽ അത് പള്ളി വരുന്നില്ല. മകള് പ്രസവിച്ച അമ്മ പള്ളി വരുന്നില്ല. മറ്റ് കാര്യങ്ങള് ദൈവത്തെക്കാൾ കൂടുതലായിട്ട്, ദൈവത്തിന്റെ ആരാധനയേക്കാൾ കൂടുതലായിട്ട് വലുതായിട്ട് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കുട്ടി ദൈവങ്ങളാണെന്നുള്ളത് മറക്കരുത്. എത്ര കാലം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഞാൻ വിചാരിക്കുന്നു അറിഞ്ഞൂടാ. എത്ര നാള് വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെക്കാൾ തീഷ്ണത ഉണ്ടായിരുന്ന സിറിയയിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും ആരാധിക്കാനൊന്നും ആരാധനയില്ല. പള്ളികളെല്ലാം ബാറുകളോ മോസ്കുകളോ ആയി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. ഹൗലോ നമുക്ക് അറിഞ്ഞുകൂടാ. കണ്ടെത്താവുന്ന കാലത്ത് കർത്താവിനെ കണ്ടെത്തി ആരാധിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അഭിമാനമായിരുന്ന പലത് നശിച്ചു പോകാൻ, ഇല്ലാതാകുവാൻ, ഒരു കൊടുങ്കാറ്റ്, ഒരു വെള്ളപ്പൊക്കം, അല്ലെ ഒരു ഭൂകമ്പം, ഇതൊന്നും വേണ്ട. നമ്മൾ ആഹ്ലാദിക്കുന്ന അഭിമാനിക്കുന്ന പുതിയ വീട്, പുതിയ കാറ്, ഇതിന്റെ എല്ലാം ആഹ്ലാദവും അഭിമാനവും അടുത്തവൻ അതിലും വലുതൊരെണ്ണം വാങ്ങിക്കുമ്പോൾ തീരുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മൾ അഭിമാനിച്ചിരിക്കുന്ന വീട്, നല്ല വീട് അഭിമാനിച്ചിട്ടിരിക്കുക, അപ്പോഴാ അടുത്തവൻ വേറൊരു വീട് വാങ്ങിക്കുന്നത്, അതിലും നല്ലതാണ്. സന്തോഷം പോയി. മനുഷ്യന്റെ സന്തോഷം ഇങ്ങനെ മാറി മറിയുന്നതാണ്. മനുഷ്യനിലെ ആശ്രയവും അങ്ങനെ തന്നെയാണ്. സാഹചര്യം മാറുന്നത് വരെ ഉള്ളൂ മനുഷ്യന്റെ പ്രോമിസ്. മോഹന വാഗ്ദാനങ്ങൾ നൽകിയ എത്ര പേരെ നമുക്കറിയാം. എന്തെല്ലാം കാര്യങ്ങളിൽ, പ്രേമിച്ച പെണ്ണിനായാലും, വിവാഹം കഴിച്ച ഭാര്യയ്ക്കായാലും, മക്കൾക്കായാലും, അല്ലെ മക്കൾ അപ്പനായാലും പല വാഗ്ദാനങ്ങൾ കൊടുത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. കാലം കഴിവ് പറയും സാഹചര്യം മാറി, ഇപ്പം ഞാൻ വിചാരിച്ചത് പറ്റത്തില്ല, അല്ലെ എന്നെ കൊണ്ടത് പറ്റത്തില്ല, വിചാരിച്ചാലും പറ്റത്തുമില്ല. അപ്പൊ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യനുള്ള ആശ്രയം കൊണ്ട് ഫലമില്ല. അവന്റെ സാഹചര്യം മാറുമ്പോൾ ഇക്വേഷൻസ് മാറും. അതിനെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. ഇണയായും തുണയായും കൂടെ കാണുമെന്ന്, ആയുഷ്കാലം കാണുമെന്ന് കരുതിയിരുന്ന എത്ര പേര് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ? 18 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ ബംഗാളികളിലൊക്കെ പോയെന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ. അതെ, കൂടെ കാണുമെന്ന് വിചാരിച്ചത് മരിച്ചു പോകുന്നു, ഒളിച്ചോടി പോകുന്നു. നാളത്തെ ഒരു സുപ്രഭാതത്തില് ഈഗോ ക്ലാഷ് ഒരു നാഴിയിൽ ഇറങ്ങാത്തത് കൊണ്ട് വിവാഹമോചനത്തിന് തയ്യാറായിരിക്കുന്നു. ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പ്രസംഗിക്കുകയും ആ പ്രസംഗിച്ച് കഴിയുന്നതിന് മുമ്പ് ഭാര്യയുമായി വേർപിരിയുകയും ചെയ്യുന്ന മനുഷ്യർ. അപ്പൊ മനുഷ്യനെ ആശ്രയിച്ചാൽ ഹൗലോം നമുക്ക് കാണും. ഒരു രസകരമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയെല്ലാം നടന്ന സംഭവം എന്നാ പറയുന്നത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് നടന്നിരുന്നത്. നാട്ടിൽ അവധിക്ക് വന്ന ഒരു പട്ടാളക്കാരൻ, കല്യാണം കഴിഞ്ഞത് നാളൊന്നും ആയില്ല, ഒരു കുഞ്ഞുങ്ങാണ്ടുണ്ട്, അപ്പനും അമ്മയുണ്ട്, നല്ല സന്തോഷം കൊടുക്കും, തിരികെ പോവുകയാണ്. അപ്പം അതിർത്തിയിൽ നിന്നും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയും തിരികെ വരുന്ന ആരെങ്കിലും കാണാനൊക്കെയല്ലയോ പട്ടാളക്കാരൻ്റെ ടെൻഷൻ. പിരിഞ്ഞു പോകുന്നതിന്റെ വിഷമം ഭാര്യയ്ക്കും അമ്മയ്ക്കും അപ്പനും എല്ലാം. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, അമ്മയെ കെട്ടിപ്പിടിച്ചു, ഭാര്യയെ കെട്ടിപ്പിടിച്ചു, കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു. ആ ട്രെയിനിലേക്ക് കയറി. ട്രെയിൻ വിടാറായി. പച്ചക്കൊടി ഗാർഡ് കാണിച്ചു. അവന് വാതൊക്കെ വന്ന് നിന്നുകൊണ്ട് അകത്ത് കയറി പോകാൻ മനസ്സില്ല. അമ്മയെ ഒരു നോക്ക് കാണണം, കുഞ്ഞിനെ ഒരു നോക്ക് കാണണം. ഭാര്യയ്ക്ക് അതിനേക്കാണ്ടി സങ്കടം വെങ്ങി പൊട്ടുക. ഞാൻ നോക്കി കൈവീശി ഇരുന്നു. പക്ഷെ ട്രെയിൻ അനങ്ങുന്നില്ല. എഞ്ചിൻ എന്തോ കംപ്ലൈന്റ്.
1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 4 മണിക്കൂറായി. ഈ ഇപ്പൊ ചാവാൻ നിന്ന ഭാര്യയ്ക്ക് അന്ന് വെയിലോ മീനമാസത്തിലെ ചൂടാ. ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി. അയാൾക്കും അയാളുള്ളത് കൈ കാണിച്ചങ്ങ് മടുത്ത്. ഇത് എങ്ങനെയെങ്കിലും വിട്ടാൽ മറ്റേ അമ്മയ്ക്ക് പോലും ആ ചൂടത്ത് മോനെ സിയോഫി ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരിക. മനുഷ്യന്റെ ആശ്രയം ഇത്രയേ ഉള്ളൂ. അവനൊരു ദേഹനോമ്പ് മാറുന്ന സ്നേഹമേ ഉള്ളൂ മനുഷ്യന്. ദൈവത്തിലെ ആശ്രയം അങ്ങനെയല്ല. മനുഷ്യന്റെ ആശ്രയം മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാണ്. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും എന്ന് യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ വായിക്കും ചെയ്യും. നമ്മൾ എപ്പോഴും ശക്കറിൽ നമ്മൾ പാരനോയിഡ്. കാരണം എന്താ? നമുക്ക് ചുറ്റും ഉള്ളത് ഈ സാഹിത്യകാരന്മാരൊക്കെ പറയും പല്ലികളും ഞണ്ടുകളുമാണ്. അപ്പൊ എനിക്ക് നിങ്ങളാ പല്ലികളും ഞണ്ടുകളെങ്കിൽ നിങ്ങൾക്ക് ഞാനാണ്. ഓക്കെ, അത്രയും ഇതാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്താ പല്ലികൾ ഞണ്ടിട്ട് ഒരു റൂഫിൽ ഇതേപോലെ 3 പല്ലികൾ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ മോനോട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാ ഒരു പല്ലി എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞൂടെ? അതിന്റെ വാക്വം, ഇത് എന്റെ കാലിന്റെ പ്രത്യേകത കൊണ്ട് അതിന്റെ വാക്വമാണ് അതിങ്ങനെ ഇരിക്കുന്നത്. ഒരു പല്ലിക്ക് എന്തോ കൺട്രോൾ ആയിട്ട് വേറെ എന്തോ ആലോചിച്ച് കൈവിട്ട് പോയി താഴെ വീണു. 2-3 സെക്കൻഡിനുള്ളിൽ രണ്ടാമത്തെ പല്ലിയും 3ാമത്തെ പല്ലിയും വീണു. അപ്പൊ ഈ കുഞ്ഞ് അപ്പനോട് ചോദിച്ചു, അപ്പൊ എന്താ ഒരു പല്ലി വീണ് പുറത്ത് 2-3 വീഴുന്നു? അപ്പം പറഞ്ഞു, മോനെ ഇത് പല്ലിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആദ്യത്തവൻ വീണപ്പം മറ്റോ 2 കൈകൊണ്ട് ചിരിച്ചു, അതുകൊണ്ടാണ് അവര് വീണത്. മനുഷ്യന്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് മനുഷ്യനെ പല്ലികളോട് ബുദ്ധിയുള്ളവർ ഉപമിച്ചിട്ടുണ്ട്. അത് കറക്റ്റാ. രണ്ടാമത് പറയുന്നത് ഞണ്ടുകളോട്. എന്താ ഞണ്ടിന്റെ പ്രത്യേകത? ഞണ്ടിനെ പിടിക്കുന്നവർ കൊണ്ടുപോകുന്നത് തുറന്ന കൂടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു ഞണ്ട് എങ്ങനെങ്കിലും മേലോട് കയറുവാന്നെ മറ്റോ വലിച്ച് താഴെ ഇട്ടോളൂ. ഇത് അടയ്ക്കേണ്ട കാര്യമില്ല. മലയാളി പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, മേലോട്ട് കയറുന്നതിനെ നമ്മൾ പിടിച്ച് താഴെ. അപ്പൊ മനുഷ്യരുടെ ആശ്രയം നമുക്ക് എനിക്ക് തുണയായിരിക്കുമെന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ രണ്ടാമത്തെ വഴി? ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്നവൻ ഭാഗ്യം. എല്ലാവർക്കും ചേർന്നൊന്ന് പറയാമോ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യം. ദൈവത്തിൽ വിശ്വസിക്കുന്നതും ദൈവത്തിൽ ആശ്രയം വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതും ട്രസ്റ്റിംഗ് ഇൻ ഗോഡ് ആൻഡ് മേക്കിംഗ് ഗോഡ് അവർ ട്രസ്റ്റ്, ഇത് വലിയ വ്യത്യാസമാണ്. എല്ലാവർക്കും പറ്റുന്നില്ല. പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവര് വളരെ വിരളമാണ്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ബഡ്ജറ്റും ഒക്കെ ഉണ്ടാക്കി, ഒരു പ്ലാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന അങ്ങോട്ടും കൊടുക്കുക. കർത്താവെ എന്തെങ്കിലും സാധിച്ചു തരണേ. ഇല്ലേ? ലോട്ടറി എടുത്തിട്ട് അടിക്കണമെന്ന് വരെ പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് പേര് എഴുതി കൊടുത്തവരാണ്. നമ്മുടെ ബഡ്ജറ്റുകൾ അങ്ങോട്ട് കൊടുത്തിട്ട് അത് ആവശ്യപ്പെടുന്നത്. പകരം എന്നെ വഴി നടത്തുന്നതിനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്, അവനിൽ എന്റെ ആശ്രയം, എന്റെ ബലവും എന്റെ രക്ഷയും എന്റെ കർത്താവാകുന്നു എന്ന് അവനിൽ ആശ്രയം വെക്കാൻ എത്ര പേർ കഴിയും? രാജാവ് നിബിയുമായ ദാവീദ് 118-ാം സങ്കീർത്തനം വേദപുസ്തകത്തിന്റെ മധ്യഭാഗം വാക്കാണ്. എന്താണ്? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാകും. പിന്നെ തീർന്നില്ല. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാകും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യർക്ക് 5 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, they are planted in a firm foundation. രണ്ടാമത്തെ പ്രത്യേകത, they have deep rooted faith. മൂന്നാമത്തെ പ്രത്യേകത, they are well connected to the stream of life. റിവർ ബാങ്കിൽ നിൽക്കുകയാണ്, റിവറിലേക്ക് എൻ്റെ വേരുകൾ അറിയിച്ചു. നാലാമത്തെ പ്രത്യേകത, റെസിലിയൻസ്, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത്. ഫ്രൂട്ട്ഫുൾനെസ് ആണ്, പ്രൊഡക്ടിവിറ്റി. ഈ പരിശുദ്ധ പതിരുമയെ നമ്മൾ ഓർക്കുമ്പോൾ ഈ 5 ഗുണങ്ങളോട് കൂടിയുള്ള ഒരു സത്പുരുഷന് നമുക്ക് മാതൃകയായി നിൽക്കുമ്പോൾ, പ്ലാന്റഡ് ഇൻ ഫേം ഫൗണ്ടേഷൻ,
ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന, താൻ ആരാണ്, അടുത്ത് ആരാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ പെരുമാറുന്ന രീതിയിൽ നമ്മുടെ യുവാക്കളും പ്രായമുണ്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ത്രീ തള്ളിയിട്ടുണ്ട്. എന്തിനും ആക്കുറങ്ങില്ല. അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതെല്ലാം നല്ല അടിസ്ഥാനം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണം എന്താ? നമുക്ക് നല്ല അടിസ്ഥാനം കിട്ടിയിട്ടുള്ളതുകൊണ്ട്. ദൈവത്തെ അന്വേഷിക്കണം. ഈ അടിസ്ഥാനത്തെ പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ഉള്ളവരാണ് നമ്മളെല്ലാവരും. ചിന്തിച്ചു കൊള്ളുക, നമ്മുടെ അടിസ്ഥാനം എവിടെയാണ്? 2 ചോദ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ള. ഒന്ന്, വേർ വി ആർ പ്ലാന്റ്. നമ്മുടെ അടിസ്ഥാനം എവിടെ ഇട്ടിരിക്കുന്നു? എവിടെ നമ്മൾ നട്ടിരിക്കുന്നു? വേർ വി സ്റ്റാൻഡ്. നമ്മൾ എവിടെ ആയിരിക്കുന്നു? അറ്റരിക്കത്താണോ നട്ടിരിക്കുന്നത്? നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, എന്നോട്. വേർ വി ആർ ഗോയിങ് ടു പ്ലാന്റ് അവർ ഫ്യൂച്ചർ ജനറേഷൻ, അവർ ചിൽഡ്രൻ. നമ്മളെ നട്ടോണ്ട് മാത്രം കാര്യമില്ല. അബ്രഹാമേ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ അനുഭവിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിന്റെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും. അപ്പോൾ ഭാവി തലമുറയെ എവിടെ നടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആറ്റരികത്ത് നടണമെന്നുണ്ടെങ്കിൽ ആറ്റരികത്തേക്ക് അവനെ കൊണ്ടുപോകണം, ഇല്ലേ? അവനെ കൊണ്ടുപോകണം. അത് നടാവുന്ന കാലമുണ്ട്. കൊയ്യുന്ന കാലത്ത് കൊണ്ട് നട്ടിട്ട് കാര്യമില്ല. നടാനൊരു കാലമുണ്ട്, കൊയ്യുവാനൊരു കാലമുണ്ട്. നടാനുള്ള കാലത്ത് അവനെ കൊണ്ടുവന്ന് ആറ്റരികത്ത് നടണം. എങ്കിലേ അവന്റെ വേരുകൾ സ്ട്രീമിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവന് ഇരവാടാതെയും കോട്ടം തട്ടാതെയും പ്രതിസന്ധികൾ തളരാതെയും നിൽക്കുവാനായിട്ട് സാധിക്കും. എഫേസ്യർക്കെതിരെ 3:17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടിരിക്കണം. ആരോടുള്ള സ്നേഹം? ദൈവത്തോടും ദൈവത്തിന്റെ സൃഷ്ടിയോടും മനുഷ്യനോടുമുള്ള സ്നേഹം. അതിൽ അടിസ്ഥാനപ്പെട്ടായിരിക്കണം. സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരടിസ്ഥാനം നമുക്ക് ഉണ്ടാകും. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞത് ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. ഡീപ്പ് റൂട്ട് ഫെയ്ത്ത്. ഡീപ്പ് റൂട്ടഡ് ഫെയ്ത്ത് ഉണ്ടാവണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. 2 കാര്യങ്ങൾ തന്നെയാണ്. നാം ആരാ? ദൈവമാര. നമ്മുടെ വിളി എന്ത്? വാട്ട് ഈസ് അവർ കോൾ? നമ്മളെ എന്തിനാണ്? നാമ മഹത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. മാമോദീസായി നമ്മൾ പറയുന്നു, സാത്താനെ നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിയായ നിന്നെ സ്വീകരിക്കുന്നു. പിന്നെ എവിടെ പോയത് മശിയ? നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാ. അപ്പോഴ് ദൈവനാമ മഹത്വത്തിനായിട്ട് സകലവും അവൻ മാതൃവും അവനിലും അവനിലേക്കുമാണ്. പിന്നെ പറയുന്നു, 1 കൊരിന്ത്യർ പറയുന്നു, ഭക്ഷിച്ചാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവം നാമത്തിനായിട്ട് ചെയ്യാൻ. കൊലോസ്യർ പറയുന്നു, വാക്കിനാലും പ്രവർത്തിക്കാനും എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവിന് സ്തോത്രം ചെയ്ത് ജീവിക്കുക. നമുക്ക് വചനമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നം, അറിവില്ലാത്തതുകൊണ്ടല്ല. പിന്നെ എവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നേ? നമ്മുടെ ഫെയ്ത്ത് എവിടെ നമുക്ക് നഷ്ടപ്പെടുന്നേ? മഹത്വവും മാനവും ശക്തിയും ബലവും എൻ്റെ യേശുവിനെന്ന് പാടുമെങ്കിൽ നമ്മൾ എത്ര ദിവസം അത് കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്? എന്റെ മഹത്വവും മാനവും ബലവും എൻ്റെ യേശു ഞാൻ കൊടുത്തിട്ടുണ്ടോ? എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അത് ആലോചിക്കണം. നമ്മേക്കാൾ കൂടുതൽ ഇട്ട് ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഡീപ്പ് റൂട്ടഡ് ഫെയ്ത്ത് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയൂ. നമ്മള് ആദ്യ കൽപ്പനകളിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താ? എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും, അല്ലെ പൂർണ്ണ ആത്മാവോടും, ആത്മാവിന്റെയാണ് ശക്തി, സ്നേഹിക്കണം. നമുക്ക് സാധിക്കുന്നത്. അടുത്ത കാര്യം പറയുന്നത് വി ഷുഡ് വാക്ക് ഇൻ ഗോഡ്. നമ്മൾ ദൈവത്തിൽ നടക്കണം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, കൂടെ നടന്ന ദൈവത്തിന് നമ്മൾ കൂടെ നടക്കാനായിട്ട് ആശയമുണ്ട്. ഏതെങ്കിലും മനുഷ്യന്റെ കൂടെ നടന്ന ദൈവമാണ്.
ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്തിനാണ്? നമ്മുടെ കൂടെ നടക്കാൻ വീണ്ടും. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. എന്താ പറഞ്ഞത്? പാറക്കിലീത്തായി ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്തിനാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞാൻ ബോധ്യപ്പെടുത്തി തരും. സോ ദാറ്റ് യു ക്യാൻ വാക്ക് വിത്ത് മീ. എന്റെ കൂടെ നടക്കാൻ. ഡു യു ഹാവ് ടൈം ടു വാക്ക് ഇൻ ഗോഡ് ആൻഡ് വാക്ക് വിത്ത് ഗോഡ്? മൂന്നാമത്തെ പറഞ്ഞത് കണക്റ്റഡ് ടു ദി സ്ട്രീം ഓഫ് ലൈഫ്. യേശു ശമറിയക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു ഇതുണ്ട്. എന്താ പറയുന്നത്? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ദാഹിക്കുകയില്ല, അവനിൽ നിന്ന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. മറ്റൊരു ഉറവയായി തീരുക. പരിശുദ്ധ തിരുമേനി അതാ ചെയ്തേ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് മറ്റൊരു ഉറവയായി തീർന്നു. സകലവും പൂർണ്ണമാക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനുമായ പരിശുദ്ധയുടെ ഉറവയിൽ നിന്ന് കുടിപ്പാനും മറ്റൊരു ഉറവയായി രൂപാന്തരപ്പെടുവാനും നമുക്ക് കഴിയും. നാലാമത്തെ ക്വാളിറ്റി റെസിലിയൻസ് ആണ്, ഉൾക്കരുത്ത്. എങ്ങനെയാണ് ഈ ഉൾക്കരുത്ത് സാധിക്കുന്നത്? പ്രതിസന്ധിയിൽ തളരാതെ, ഓട്ടം തെറ്റാതെ പച്ചയായിരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടാണ്. ലേഖനത്തിൽ പറയുന്ന പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാണെന്നുള്ള ആ ഒരു വിശ്വാസം. പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ ബന്ധുക്കൾ എന്റെ കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. ഹാവിങ് എ സെക്യൂരിറ്റി ഫീലിംഗ് ഇൻ അവർ ലോ. നമ്മുടെ സെക്യൂരിറ്റി എന്തിനാണ്? നമ്മൾ അലാം വെക്കുന്നതിലല്ലേ? പിന്നെ ക്യാമറ ഫ്രണ്ടിൽ വെക്കുന്നതിനകത്താണ് നമ്മുടെ സെക്യൂരിറ്റി. ദൈവത്തിൽ നമുക്ക് സെക്യൂരിറ്റി വെക്കാനായിട്ട് ആ ഒരു ഫീലിംഗ് കിട്ടുന്നു. പ്രാർത്ഥന, ഉപവാസം, ജാഗരണം, ദൈവവുമായുള്ള നിരന്തര സമ്പർക്കം, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്, ഇതിൽ കൂടെ മാത്രമേ നമുക്ക് ആ ഉൾക്കരുത്ത് നേടാൻ കഴിയും. പരിശുദ്ധ തിരുമേനിയൊക്കെ അങ്ങനെ അഖണ്ഡമായ പ്രാർത്ഥനകൾ, കഠിനമായ ഉപവാസത്തിലൂടെയാണ് പരിശുദ്ധനായത്, ആ ബന്ധം സ്ഥാപിച്ചെടുത്തത്. പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ മനോഹരമായ ഒരു കഥ കൂടെയുണ്ട്. സമയം വൈകുന്നു അറിയാം, എങ്കിലും അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു യൗവനക്കാരി സ്ത്രീയെ പള്ളിയിൽ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട് വരെ ഒന്ന് വരണോ, എൻ്റെ അപ്പൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അച്ഛനോടി വന്നു. പുതിയ അച്ഛനായിരുന്നു. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ മനുഷ്യന്റെ കിടക്കയുടെ അടുത്ത് ഒരു കസേര ഇട്ടിട്ടുണ്ട്. അച്ഛൻ സന്തോഷത്തോട് പറഞ്ഞു, എന്തായാലും ഞാൻ വരുന്നതെല്ലാം നോക്കിയിരിക്കുകയാണ്, എന്നെ സ്വീകരിക്കാൻ കസേരയൊക്കെ ഇട്ട് റെഡിയാക്കി എന്നല്ല അച്ഛൻ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അല്ലോ അച്ഛനുള്ള കസേരയല്ലത്, അതെന്റെ കർത്താവിന്റെ കസേരയാണ്. കർത്താവിന്റെ കസേരയാണ്. പറഞ്ഞ അച്ഛൻ, ഞാൻ വഴിവഴിച്ചൊക്കെ നടന്ന് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞൂടായിരുന്നു. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ നോക്കിയാലും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ. പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രാർത്ഥന വരത്തില്ല. എന്താ പ്രാർത്ഥിക്കട്ടെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നു, നീ ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നേ. പ്രാർത്ഥന എന്ന് പറയുന്നതിൽ ആവശ്യങ്ങളും ആവലാതികളും പറയുന്നതല്ല, നീ ദൈവത്തോട് സംസാരിക്കുന്നതാ. നീ ദൈവവുമായിട്ട് നിന്റെ ഹൃദയത്തെ പങ്കുവെക്കുന്നതാ. ദൈവത്തിന്റെ ഹൃദയവും നിന്റെ ഹൃദയവും ഒന്നാകുന്നതാണ്. അതുകൊണ്ട് അതെനിക്ക് പറ്റുന്നില്ല പറഞ്ഞു. അന്നേരം ആ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യും, നീ ഒരു കസേര നിന്റെ മുമ്പിൽ വെച്ചിട്ട് യേശു അവിടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചോട്ട് നീ യേശുവിനോട് വർത്താനം പറയാം. ആ മനുഷ്യൻ അത് കേട്ടു, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അച്ഛൻ ഇത് കേട്ടിട്ട് വളരെയധികം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നേക്കാൾ വലിയ മനുഷ്യനാണ്, എനിക്കിന്നുവരെ സഹായിച്ചിട്ടില്ല എൻ്റെ കർത്താവിനോട് വ്യക്തിപരമായി വർത്താനം പറയാൻ. അച്ഛനെ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, സൗഖ്യമാവുമെന്ന് ആശംസിച്ചു പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകളെ വിളിച്ചു. മകളെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പച്ചൻ മരിച്ചു. അച്ഛൻ ചോദിച്ചു, അയ്യോ. ഞാൻ ഓടിയത്. അച്ഛൻ വന്നു. കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഈ പ്രിയപുത്രന്, ഈ അപ്പച്ചന് ആ സൈഡുകളെത്തുന്ന ഇങ്ങനെ കട്ടിലിൽ നമ്മോട്ട് ആഞ്ഞ് ആ കസേരയിൽ തന്റെ തല വെച്ച് മരിച്ചു കിടക്കുക. ഒരു കൈ ആ കസേരയെ പിടിച്ചിട്ടുണ്ട്, തന്റെ തല ആ കസേരയിൽ ചേർത്ത് കർത്താവിന്റെ മടിയിൽ തല വെച്ച് മരിച്ചതുപോലെ. ഇതല്ലേ വിശ്വാസം? ഇതല്ലേ പ്രാർത്ഥന? ഇതിന് നമുക്ക് കഴിയുമോ? എപ്പോഴെങ്കിലും ദൈവവുമായിട്ട് ഒരു അഭിമുഖം, നമ്മുടെ കഷ്ടങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്, എൻ്റെ കർത്താവിനെ കരുതുന്നവനാണ്. അപ്പച്ച നമുക്ക് ഈ പിതാവെ ഇങ്ങനെ അല്ല പറയാം, നമ്മുടെ കെട്ടിക്കാടുള്ള അച്ഛൻ പറയുന്ന പോലെ പറയും, നമ്മൾ ഈ പിതാവെ എന്നൊക്കെ വിളിക്കാതെ അപ്പച്ച എന്നൊന്ന് വിളിച്ചു നോക്ക് ദൈവത്തെ, അല്ലെ പപ്പാന്നൊന്ന് വിളിച്ചു നോക്ക്, ഡാഡിയെ എന്നൊന്ന് വിളിച്ചു നോക്ക്. ആ ഒരു പേഴ്സണൽ ബന്ധം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 5-ാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം പ്രൊഡക്ടിവിറ്റി, ഫ്രൂട്ട്ഫുൾനെസ് ആണ്. ആരാണ് ഫലം കായ്ക്കുകയും അധികം ഫലം കായ്പാനായിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്.
ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം 9 കാര്യങ്ങളുണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണ്? ഫ്രൂട്ട്ഫുൾനെസ് നമ്മൾ വരുന്നത് എങ്ങനെയാണ്? We'll be a source of encouragement to rest of the world, to the needy, to the poor. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇതുവരെ ചിന്തിച്ചത് 2 ചോയ്സുകളെ കുറിച്ചാണ്: ശാപത്തിന്റെയും അനുഗ്രഹത്തിന്റെയും. നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ: where we are planted, are we rooted deeply into the Holy Spirit of the street? Is our faith strong enough to withstand the temptations and turbulence? Are we fruitful, bearing fruit even at adversities? പാഴാക്കിയ അനുഗ്രഹങ്ങൾ ഏറെയുണ്ട്. തോന്നിയ പോലെ ജീവിച്ച നിമിഷങ്ങൾ ഏറെയുണ്ട്. ദൈവത്തെ മറന്ന് നമ്മെ മറന്ന് നമ്മൾ ജീവിച്ച ദിവസങ്ങൾ ഓർക്കുവാനും അനുദപിക്കുവാനും ഈ പെരുന്നാള് നമുക്ക് മുഖാന്തരമാകുന്നെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്ക് കർത്താവിൽ നിന്നൊരു വലിയ ഇൻവിറ്റേഷൻ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെ അത്രേ തിരഞ്ഞെടുത്തു. നമ്മളാരും ദൈവത്തെ അങ്ങനെ പ്രാർത്ഥിച്ച് തോപ്പിച്ചിട്ടൊന്നുമില്ല. ദൈവം നമ്മളെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓർമ്മ വേണം, നമ്മൾ ദൈവത്തെ അല്ല തെരഞ്ഞെടുക്കുന്നത്. ദൈവം വിളിക്കുമ്പോൾ എൻ്റെ കഷ്ടങ്ങളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ എനിക്ക്, പൗലോസ്ലീഹ പറയുന്നത്, എനിക്ക് കഷ്ടം വന്നത് എനിക്ക് തുണയായി എൻ്റെ ദൈവത്തെ അറിയാൻ എനിക്ക് സാധ്യമായി. എന്തിനാ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ഞാൻ ആക്കി വെച്ചിരിക്കും. എനിക്കായി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അത് മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ ശരണം പ്രാപിക്കാൻ, അനർഹമായ കൃപകളും വരങ്ങളും ഒഴുകി വരുവാൻ ദൈവത്തിന്റെ അനുഗ്രഹ നദിയിൽ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ ചേർന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം കൂടെ ഇരിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടാം. ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളും മഹത്വം രക്ഷകാസ്തുതി നീനെന്നും എന്റെ നീ വീണ്ടെടുത്തതിനാൽ സ്മരിക്കും നിന്നെ ആയുസ്സിൽ കാണില്ല നന്ദിയോടടി. പരിശുദ്ധ മധ്യസ്ഥ കാവലും ദൈവത്തിലുള്ള അനർഹമായ കൃപയും കരുണയും നാം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമയോടെ വചന ശുശ്രൂഷയിൽ എന്നോടൊപ്പം സംബന്ധിച്ച് എല്ലാവരെയും ദൈവം കൂടുതലായിട്ട് വാഴ്ത്തി നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.